കുരുമുളക് പൈപ്പിൽ പടർത്തുന്നത് നല്ല വിജയകരമായിട്ട് തന്നെ മുന്നേറി പോകുന്നുണ്ട്. കാരണം പൈപ്പിലൊക്കെ നല്ല രീതിയിൽ ഇതിൻ്റെ കുരുമുളകൊക്കെ പടർന്ന് പറ്റി പിടിച്ച് പോകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 4 മാസമായിട്ട് വെച്ച കൃഷിയാണ് നമ്മളിവിടെ കാണുന്നത്. കണ്ടില്ലേ, നമ്മൾ ഇവിടെ ഒരു കെട്ട് കെട്ടിയിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അത് സ്വയം പൈപ്പിൽ നല്ല രീതിയിൽ പറ്റി പിടിച്ചിട്ടാണ് പോയിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിയായ മെത്തേഡ്. അപ്പോൾ അകന്ന് നിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുത്താൽ മതി. കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ താനെ പറ്റി പിടിച്ച് പോയിക്കോളും. ഇങ്ങനെ അകന്നിങ്ങനെ പോരുന്നതൊക്കെ നമ്മളൊന്ന് ചേർത്ത് കെട്ടി കൊടുത്താൽ മതി. ചേർത്ത് കെട്ടി കൊടുത്താൽ ഇത് ഇതേപോലെ ഇങ്ങനെ പൈപ്പിനോട് ചേർത്ത് കെട്ടി കൊടുത്താൽ അതുപോലെ പറ്റി പിടിച്ച് പോകും. ഈ കാണുന്നതൊക്കെ അതുപോലെ തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കഴുങ്ങ് കുറവായതുകൊണ്ട് നമ്മൾ ഒരു 6 എണ്ണം അതിൻ്റെ ഇടയിൽ വെച്ചതാണ്. നല്ലൊരു കൃഷി തന്നെയാണിത്. പൈപ്പിൽ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടോ ഒക്കെ ഇപ്പോൾ നമ്മൾ ചേർത്ത് കെട്ടി കൊടുത്താണ് അതിൻ്റെ രീതിയിൽ വരുന്നുണ്ട്. അതിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം നമ്മൾ തംബ്നെയിലിൽ ഒരു ഫോട്ടോ കണ്ടല്ലോ, നമ്മളെ തംബ്നെയിലിലെ ഫോട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ ഇടാൻ കാരണം അതുപോലെ നിങ്ങൾ ഈ തംബ്നെയിലുള്ള പോലെ പൈപ്പിൻ്റെ ചുറ്റുപുറം ഒരു പ്ലാസ്റ്റിക് വല അല്ലെങ്കിൽ ഇരുമ്പ് വല അങ്ങനെയൊക്കെ കെട്ടിക്കൊടുത്ത് നിങ്ങൾ കുരുമുളക് അതിലൂടെ പടർത്തിയാൽ അത് കാര്യമായിട്ടുള്ളൊരു വിജയമൊന്നും കാണില്ല. അപ്പോൾ കാണുമ്പോൾ തംബ്നെയിലിൽ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ചുറ്റുപുറം ഒരു കവചം പോലെ ഇങ്ങനെ ഇതാക്കിയിട്ട് നല്ല വീതിയിലാക്കി കൊടുത്തിട്ട് അതൊന്നെങ്കിൽ പ്ലാസ്റ്റിക് ആയിരിക്കും അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ നെറ്റായിരിക്കും. രണ്ടായാലും അതിന് കൂടുതൽ ആവശ്യമുണ്ടാവില്ല. അത് 2-3 വർഷം കഴിഞ്ഞാൽ ദുർബലപ്പെട്ടു പോകും. അത് ഇരുമ്പായാലും പ്ലാസ്റ്റിക് ആയാലും ശരി. പിന്നെ അത് ഉൾനീളമില്ലേനോ, ഭാഗം ഇത്ര ഭാഗമേ ഉള്ളൂ. അതുവരെ മാത്രമേ ഉള്ളൂ നമ്മൾ കുരുമുളക് പടർന്നു പോകാൻ. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ടും പോകണ്ടേ. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ പറ്റി പിടിച്ച് പോകുന്നുണ്ടെങ്കിൽ ഇവിടെയും നമ്മൾ അതിൻ്റെ വള്ളി വരുന്നുണ്ടെങ്കിൽ പറ്റി പിടിക്കുക, അങ്ങനെ പറ്റി പിടിച്ച് കൊടുത്താൽ മതി. എന്നാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈ പൈപ്പിലെ കൃഷിയൊക്കെ വിജയിച്ച് കാണും. അത് നമ്മൾ മറ്റൊരിടത്തുണ്ട്, അത് നമ്മളവിടെ കാണിച്ചു തരാം. അല്ലാതെ നമ്മൾ ഈ തംബ്നെയിലിൽ കാണുന്ന പോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റോ ഇരുമ്പിൻ്റെ നെറ്റോ കെട്ടി കൊടുത്തിട്ട് ശാശ്വതമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങളാരെങ്കിലും അതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട, പൈപ്പ് തന്നെയാണ് ഉത്തമം എന്ന് പറയാനാണ് നമ്മളിവിടെ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ പൈപ്പ് ഒരു കുറച്ച് വീതിയുള്ള, ഇതിപ്പോൾ ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് പൈപ്പാണ്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വീതിയുള്ള പൈപ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചുറ്റുഭാഗം കൂടുതൽ കുരുമുളക് വള്ളി പടർന്നുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഈ ചുറ്റുപുറമുള്ള വല കെട്ടി കൊടുക്കുന്നത് ഒരു നല്ലൊരു കാര്യമല്ല. പിന്നെ ഇതിൻ്റെ മേലെ ഈ ചാക്ക് കെട്ടി കൊടുക്കുക എന്ന് പറയുന്നതും കാര്യമല്ല. എന്തുകൊണ്ട് ചാക്കുമ്പോൾ പറ്റി പിടിച്ച് പോന്നിട്ട് പിന്നെ ആ ചാക്ക് ദുർബലപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പറ്റി പിടിക്കൽ ഉണ്ടാവില്ല. പക്ഷേ ഇതിന്മേൽ പൈപ്പ് പറ്റി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് മരത്തിൽ പറ്റി പിടിച്ച പോലെ തന്നെ നല്ല രീതിയിൽ അള്ളിപ്പിടിക്കും. അപ്പോൾ അതിനൊരു യാതൊരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ വെച്ചാണ്. വർഷക്കാലത്ത് കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്യുമ്പോൾ പൈപ്പ് വെച്ച് കൊടുത്താണ്. അപ്പോൾ നന്നായിട്ട് പടർന്നു കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇതേപോലെ പടർന്നു കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെണ്ണം കുറഞ്ഞ പൈപ്പാണ്. പിന്നെ ഇതിലും കൂടുതൽ വെണ്ണമുള്ളതാണ് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത്, നേരത്തെ കണ്ടത്. അപ്പോൾ പൈപ്പ് വെണ്ണം കൂടുതൽ വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ പൈപ്പിൻ്റെ ചുറ്റും ചാക്ക് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ വേറെന്തെങ്കിലും നെറ്റ് വെച്ച് കെട്ടി കൊടുക്കുക, അതൊന്നും ശാസ്ത്രമല്ല. ഈ പൈപ്പിൽ തന്നെ ഇത് നന്നായിട്ട് പറ്റി പിടിച്ച് പോകും. അപ്പോൾ അതായിരിക്കും ഉത്തമം. മറ്റുള്ളതൊക്കെ 1 വർഷം 2 വർഷം കൊണ്ട് ദുർബലപ്പെട്ട് പോകുന്നതാണ്. പൈപ്പായാലും ഇരുമ്പായാലും പ്ലാസ്റ്റിക് ആയാലും ഒക്കെ വെയിൽ കൊണ്ടാലും ദുർബലപ്പെട്ട് പോകും. അപ്പോൾ ഈ ദുർബലപ്പെട്ട് പോകുന്നതിമൊക്കെ നമ്മളെ കുരുമുളകിൻ്റെ വള്ളിയൊക്കെ പറ്റി പിടിച്ചാൽ പൈപ്പിൽ നേരിട്ട് പറ്റി പിടിക്കുന്ന പോലെ ആവില്ല. അത് പറ്റി പിടിച്ചൊക്കെ വെറുതെ ആവും. എന്നാൽ പൈപ്പിൽ നന്നായിട്ട് ഇറുക്കി പറ്റി പിടിച്ചാൽ അതെന്നും അവിടെ നിന്നോളും. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ ചെയ്യുന്ന പോലെ പൈപ്പിലൊക്കെ നിങ്ങൾ കുരുമുളക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി എന്നതാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.